യൂട്യൂബൊക്കെ മറ്റേ പ്രൈം ടൈമിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെന്ന് അറിയുമ്പോൾ കൂടെ കൂടുന്ന ആളുകളും ഉണ്ടാവുമല്ലോ. അത് പിന്നെ ഒരു സമയത്ത് കുറച്ചുകൂടെ ഇല്ലാണ്ടായപ്പോ ഭയങ്കരമായിട്ട് ഇതായിട്ടുണ്ടായിരുന്നു. അതെന്ത് ആൾക്കാരുടെ സ്വഭാവം എങ്ങനെ നിൽക്കും എങ്ങനെ ആവുന്നൊക്കെ നമുക്കറിയാൻ ഭയങ്കര ഇതായിരുന്നു. ഞാൻ ആ സമയത്ത് എന്റെ ഒരു വണ്ടി വിറ്റിട്ടുണ്ടായിരുന്നു. എന്റെ കയ്യിൽ ഓൾറെഡി വേറൊരു ക്രിസ്റ്റ ഉണ്ടായിരുന്നു. ഞാൻ ഷോറൂമിൽ നിന്ന് തന്നെ ഇറക്കിയ വണ്ടി, പുതിയ വണ്ടി, ഫ്രഷ് വണ്ടി. അപ്പൊ ആ വണ്ടി ഞാൻ അന്ന് ഒന്ന് വിറ്റു. അപ്പൊ ഞാൻ വിറ്റപ്പോ തന്നെ എന്റെ കൂടെ നടക്കുന്ന ആൾക്കാരൊക്കെ അവിടെയും ഇവിടെ ഒക്കെ പോയിട്ട് പറഞ്ഞൊക്കെ ഞാൻ തന്നെ അങ്ങനൊക്കെ. പക്ഷെ ഇന്ന് പിന്നെ കയ്യിലെ വണ്ടി ഉണ്ട്. വേറെ കാര്യം വണ്ടി എത്ര വണ്ടിയാണ് ഇപ്പൊ ഞാൻ പറയാ. അപ്പൊ നമ്മളൊന്ന് ചെറുതായിട്ട് നോക്കിയപ്പോഴേക്ക് കൂടെ നടക്കണവരെ അപ്പുറത്തിരുന്നിട്ട് പറയും എന്ത് അതൊക്കെ ഞാൻ തന്നെ കുറെ കേട്ടിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ കുറ്റം പറയുക. അപ്പൊ പിന്നെ യൂട്യൂബിൽ തന്നെ നമ്മളെ കൂടെ നടക്കുന്നവരെ വന്നിട്ട് ഓരോന്ന് ചെയ്യുമ്പോൾ അതിനെപ്പറ്റി കമന്റ്സ് ചെയ്യുക. അങ്ങനെ ഓരോ പ്രശ്നങ്ങളായിട്ട് കൂടെ നടക്കുന്നവരെ കുറെ കാര്യങ്ങൾ കാട്ടിയിട്ടുണ്ടായിരുന്നു. മാക്സിമം എല്ലായിടത്തുനിന്നും ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുക അല്ലേ? എന്റെ ശരിക്കുള്ള നാട് ഇങ്ങനെ അവിടുന്ന് മഞ്ചക്കല് പിലാക്കട് എന്നൊക്കെ പറയും. ഇപ്പൊ ഞാനിപ്പോ താമസിക്കുന്നത് ചെർപ്പളശ്ശേരിയാണ്. ഇപ്പൊ ഞാൻ അങ്ങോട്ടായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പൊ ഞാൻ ഇവിടെ മാത്രം. നമുക്ക് ഇപ്പൊ ഹാപ്പിയാണ്, കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല, അടിപൊളിയായിട്ട് തന്നെ പോണു. പിന്നെ അങ്ങനെ യൂട്യൂബ് ഞാൻ പറയില്ല, അങ്ങോട്ട് വിട്ടു. ഞാൻ ആദ്യം ഒരു ഫോൺ എടുത്താൽ പോലും കൂടിയും അപ്പൊ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടായിരുന്നു. പുതിയ ഫോൺ വാങ്ങി, അത് വാങ്ങി, ഇത് വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ ഞാൻ പിന്നെ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലത്തെ ഒരു കാര്യം ഞാൻ യൂട്യൂബിൽ പറയില്ല. അത് കൂടുതൽ ശത്രുക്കൾക്ക് തോന്നുന്നു കുടുംബക്കാരും അല്ലെങ്കിൽ നമ്മളെ കൂടെ നടക്കുന്ന ആൾക്കാരൊക്കെയാണ് കൂടുതലായിട്ടുള്ള ഒരു പ്രശ്നങ്ങള്. അപ്പൊ അതുകൊണ്ട് ഞാനത് നിർത്തി. ഞങ്ങള് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഓരോ ഗിവബോളും അങ്ങനെ ചെറിയ ഓരോ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ പറയില്ല വേറെ കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു സൈഡിലൂടെ ഇങ്ങനെ നമ്മള് ഹാപ്പി ആയിട്ട് പോണു. വേറെ കുഴപ്പങ്ങളൊന്നും. കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളായാലും ഇന്റർവ്യൂവിന് വേണ്ടിട്ട് വിളിച്ചപ്പോഴത്തേക്ക് ആദ്യം ചോദിച്ചു ഞാൻ അതിനിപ്പോ പ്രശ്നമൊന്നും ഞാൻ ഏട്ടനോട് ചോദിച്ചത്, ഏട്ടൻ വെച്ചിന്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ സുജിന്റെ ഒരു ഇന്റർവ്യൂ ഇങ്ങനെ വേണം പറഞ്ഞു. അപ്പൊ ഞാൻ ഏട്ടനോട് ചോദിക്കണൊക്കെ ചെയ്തു, ഏട്ടാ ഞാൻ അതിനിപ്പോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണില്ലല്ലോ എന്ന്. കാരണം പൊതുവെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴാണല്ലോ ഞാനിപ്പോ എന്തെങ്കിലും യൂട്യൂബിൽ ചെറുതായിട്ട് എന്റെ വാക്കാലെ എന്തെങ്കിലും പഴഞ്ഞാൽ പോലും കൂടി അപ്പൊ മറ്റോരോരുത്തർ വിളിക്കും, ഒരു ഇന്റർവ്യൂ ഇങ്ങനെ വിളിക്കും. അപ്പൊ ഞാൻ ചോദിക്കേട്ടോട് അതാ ചോദിച്ചത്. ഞാൻ അപ്പൊ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ഞാൻ അപ്പൊ തന്നെ വിളിച്ചിട്ട് വേഗം ഞാൻ മല്ലു ഫാമിലി ട്രോളിന്ന് കടിച്ചു നോക്കി യൂട്യൂബില്. കാരണം ഞാൻ പറഞ്ഞ എന്തെങ്കിലും വള്ളി വന്നണോന്ന് അറിയില്ലല്ലോ. പിന്നെ ഇല്ലാതെ തോന്നി. അതെ ഞാൻ വിളിച്ചപ്പോ ചോദിക്കാൻ കാരണം അതായിരുന്നു എന്ന് പറയാ. അതെ, എല്ലാവരും കൂടെ ഒന്നിച്ച് ഒരു വ്ലോഗ് ഇനി ഉണ്ടാവോ? തീർച്ചയായിട്ടും. അത് പറഞ്ഞേ മറ്റേ ഒരു തിരക്കും കാര്യങ്ങളും ആയതുകൊണ്ടാണ്. ഇപ്പൊ ആൾക്കാർക്ക് നമ്മൾ തിരക്കാന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് അറിയില്ല. പക്ഷെ നമ്മളുടേതായ ജീവിതം ഇങ്ങനെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടമായിരിക്കും. അപ്പൊ അതില് വീഡിയോ എടുത്ത് കറക്റ്റ് പോസ്റ്റ് ആക്കാനുള്ള ഒരു സമയം നമുക്ക് കറക്റ്റ് ഡെയിലി കിട്ടണില്ല. എന്തായാലും ഒരുപാട് പേര് കമന്റ് ഇടുന്നുണ്ടല്ലോ അമ്മേനെ കാണണം എന്നൊക്കെ. നമുക്ക് അമ്മേനെ വിളിക്കാം. അപ്പം എന്തായാലും അമ്മ വന്നിട്ടുണ്ട്. കാണുന്നവർക്കെങ്കിലും ഒരു സമാധാനമാവട്ടെ അല്ലേ, ഒരുമിച്ചൊക്കെ കണ്ടിട്ട്. അമ്മ കമന്റ്സ് ഒക്കെ വായിക്കാറുണ്ടോ? അമ്മയ്ക്ക് ഇപ്പൊ തിരക്കാണേ. അമ്മ ഇപ്പൊ എന്താ പറയാ കാണുക. അപ്പൊ ഭയങ്കര തിരക്കാണ്. അതാണ്. അതെ, ആദ്യമൊക്കെ വായിച്ചായിരുന്നു, ഇപ്പൊ വായിക്കുന്നില്ല. ആദ്യം പറഞ്ഞാ ഞങ്ങൾ 7 മണിക്ക് വീഡിയോ ഇട്ടാ ബൈക്കിന്റെ ഇഷ്ടമുണ്ടായതിനു ശേഷം ഞാൻ കമന്റ് നോക്കില്ല. ഇല്ല, വേണ്ട, മടുത്തു. ആദ്യം പറഞ്ഞില്ല 7 മണിക്ക് വീഡിയോ ഇട്ടാ ഒരു 8 മണിക്ക് ആകുമ്പോഴേക്ക് കമന്റ് നോക്കും ഞങ്ങള് ഡെയിലി. ആ സമയത്ത് എപ്പോഴും നോക്കിയായിരുന്നു. പിന്നെ ആ ഒരു നെഗറ്റീവ് കമന്റ് വന്നതിന് ശേഷമാണ് എല്ലാവർക്കും അതൊരു ഇതായി. കാരണം മറ്റേ ഇനിയിപ്പോ ടെൻഷൻ ആ ഒരു സമയത്ത് ഫസ്റ്റ് ടൈം വന്നതുകൊണ്ട് ഒരു പേടിയിട്ടായിരുന്നു. പിന്നെ അതവിടെ വിട്ടു. പിന്നെ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ല. പക്ഷെ അമ്മേനെയൊക്കെ തിരക്കുന്നത് ഇഷ്ടം കൊണ്ടല്ലേ എല്ലാരും? ഇപ്പോഴും ഇവിടെ ഓരോരുത്തർ വരാറുണ്ട് കാണാന്. ഇപ്പോഴും അതുപോലെ ഓരോരുത്തർ അന്വേഷിച്ച് വരാറുണ്ട് ഇങ്ങോട്ട് വീട്ടിക്ക്. പിന്നെ അല്ലാതെ ഈ വീഡിയോ കാണുന്ന ആള് കാണാ ഇപ്പോഴും ആൾക്കാർ അറിയുകയൊക്കെ ചെയ്യാം. ഇപ്പോഴും ആൾക്കാർ തെരഞ്ഞു വരാറുണ്ട് ഇങ്ങോട്ട്. ഞാൻ ആദ്യത്തെ എന്റെ വീടിന്റെ ലൊക്കേഷൻ അത് മാപ്പിൽ വെച്ചിരുന്നു ഞാന്. അതായത് ആദ്യം ചെയ്യുമ്പോ. അപ്പൊ പിന്നെ അന്നേരം ഒന്നും കൂടി റോഡ് സൈഡിലായിരുന്നു ഞങ്ങളെ വീട് അന്നുണ്ടായിരുന്നു. അപ്പൊ പോണവരും വരുന്നവരും ഒക്കെ വീട്ടിൽ ഇറങ്ങിയിരുന്നു. സന്തോഷം, ആൾക്കാർ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് അവിടുന്ന് മാറിയതിന് ശേഷം പിന്നെ ഇത് വീട് ആർക്കും അറിയില്ല. കാരണം ഇങ്ങോട്ട് മാറിയ ശേഷം ഞാൻ ഈ ഒരു വീടുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ വീഡിയോസുകൾ പോസ്റ്റ് ആക്കിയിട്ടില്ല യൂട്യൂബില്. അപ്പൊ ആൾക്കാർക്ക് ഈ ഒരു വീട് അറിയില്ല. പക്ഷെ എന്നാലും ഇവിടെ കല്യാണം അത് ഇതൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ആൾക്കാര് മല്ലു ഫാമിലി ഒക്കെ പറഞ്ഞിട്ട് വരാറൊക്കെ ഉണ്ട്, സംസാരിക്കാൻ കാണാറൊക്കെ ഉണ്ട്. അമ്മ എന്തുപറ്റി സൈലന്റ് ആയിട്ട് നിൽക്കുന്നത്? പെട്ടെന്ന് കുറച്ച് നാൾക്ക് ശേഷം ക്യാമറ ഒക്കെ വന്നോണ്ടാണോ? ഇപ്പൊ കൊറേ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അപ്പൊ അതിന്റെ ഇതായിരിക്കാം. ഇച്ചിരി കഴിയുമ്പോ ഓക്കെ ആവോ? രാവിലെ നമ്മൾ വന്നപ്പോഴും പിള്ളേരെയൊക്കെ സ്കൂളിലൊക്കെ വിടുന്നതിന്റെ ഒക്കെ തിരക്കിലായിരുന്നല്ലോ. അമ്മയ്ക്ക് തീരെ താല്പര്യം ഇല്ലാന്ന് തോന്നുന്നു. അല്ല, കുട്ടിയുടെ താവട്ടെ, ഞാൻ എന്നും അവന്റെ പരിപാടിക്ക് പോക്കുണ്ട് സ്കൂളിലേക്ക്. അപ്പൊ അവിടെ പോവാൻ വേണ്ടിട്ട് നിക്കായിരുന്നോ?
ഓക്കെ. തുടങ്ങാൻ 11:30 തുടങ്ങാൻ പറഞ്ഞു. അപ്പോഴേക്ക് പോവാ വിചാരിച്ചു. ഇപ്പൊ ഇവിടെ വന്നപ്പോ ചെക്ക് വിടണമെന്നില്ലേ, അപ്പൊ അവൻ ഒറ്റയ്ക്ക് ആക്കി കൊടുത്തത്. അപ്പൊ അമ്മ കൂടെ പോണായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ചേരം നിക്ക് എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ അങ്ങനെ നിന്നാണ്. അതെ. അമ്മ പിള്ളേരൊക്കെ വലുതായി വരുന്തോറും എങ്ങനെ അവരുടെ പുറകിന് ഓട്ടം കൂടിയോ? ഏയ് അങ്ങനെയൊന്നുമില്ല. ഇല്ല. എന്ത് കുസൃതി കുറുമ്പ് ഒന്നും കൂടിയിട്ടില്ല? കുസൃതിയൊക്കെ ഉണ്ട്. അവർ രണ്ടാളും കൂടി അടികൂടുകയൊക്കെ ചെയ്യും. പക്ഷെ അവര് പുറത്തേക്ക് അങ്ങനെ ഇറങ്ങിപ്പോയില്ല. ഇപ്പൊ ഈ TV ഉണ്ടാവിട്ട് അതിന് മുന്നിൽ ഇരിക്കുമല്ലാതെ പുറത്തേക്കൊന്നും അങ്ങനെ പോകും. കൊച്ചിലത്തെ ഇവരുടെ രണ്ടാളുടെ സ്വഭാവം, കുഞ്ഞൂസിന്റെ സുജിൻചേട്ടന്റെ ഒക്കെ സ്വഭാവം പോലെയൊക്കെ തന്നെയാണോ? ഏകദേശം അതേപോലെ തന്നെ. അതെ. ഇവരിൽ രണ്ടാളിൽ ആരായിരുന്നു ഏറ്റവും കൂടുതൽ കുരുത്തക്കേട് കൂടുതൽ? അന്ന് അവളായിരുന്നു. ഇപ്പൊ ബേനാ കുരുത്തക്കേട്. രാവിലെ എന്തോ കിട്ടിയത് കണ്ടല്ലോ കുളിക്കാൻ നേരം. ഇപ്പൊ പിന്നെ വാശി, മറ്റവൾക്ക് വാശി കുറഞ്ഞു. അവളിപ്പോ ഒരു കുട്ടിയായി, ഒരു കുടുംബമൊക്കെ ആയില്ലേ. അപ്പൊ അവൾക്ക് ദേഷ്യത്തിനെ പറ്റിയിട്ട് കുറെ ബോധ്യം വന്നു തോന്നുന്നു. പക്ഷെ അപ്പൊ വലുതായപ്പോ ദേഷ്യം കൂടുതലാ. അങ്ങനെയല്ല, വെറുതെ പറയണ. പക്ഷെ പെട്ടെന്ന് ദേഷ്യം വരുന്നവർക്ക് പെട്ടെന്ന് ദേഷ്യം പോകുന്ന കേട്ടിട്ടുള്ളത്, അങ്ങനെയാണോ? അത് ശരിയാ. അതെ, അത് കുറച്ച് കഴിയുമ്പോ മാറും. അതെ. അമ്മേനോടാണോ ഏറ്റവും പെട്ടെന്ന് ദേഷ്യപ്പെടുന്നത്? എന്നോട് അങ്ങനെ ദേഷ്യപ്പെടുന്നില്ല. എന്നാല് നമുക്ക് നേരെ സമയം നോക്കണ്ടേ ഓരോന്ന് പറയാൻ. അത് നോക്കാതെ പ്രതികരിക്കും. അറിയോ, ആ പിണക്കത്തിലാണെന്നാ തോന്നുന്നു ഇപ്പോഴും. ഞാൻ കുട്ടിയുടെ കൂടെ പോട്ടെ, ഞാൻ എന്തിനാ നിക്കണെന്ന് ചോദിച്ചത് തന്നെയാണ് അവരോട് ദേഷ്യം. ഇത് നിങ്ങളൊരു പെട്ടെന്നായതല്ലേ. ഏട്ടൻ്റെ അടുത്ത് അടുത്ത ആഴ്ചയാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇനിയിപ്പോ ഞാനേ മറ്റേ ചിലപ്പോ ഇന്ന് രാത്രി ഞാൻ കൊടൈക്കനാല് പോകും. അപ്പൊ പോയപ്പോ അപ്പൊ ഏട്ടനോട് ചോദിച്ചപ്പോ പറയാം, ഏട്ടൻ ഞാൻ വന്ന കുറച്ച് തിരക്കുണ്ടായിരിക്കും. അപ്പൊ ഏട്ടനോട് പറഞ്ഞു നാളെ തന്നെ പറ്റു വെച്ചു. അപ്പൊ ഞാൻ എടുത്താല് ഞാൻ ആന്ന് പറഞ്ഞു. അപ്പൊ അത് നിങ്ങളൊരു ഇന്നലെ വിളിച്ചു, ഇന്ന് വരവാണ് നിങ്ങളുടെ. അപ്പൊ അതുണ്ടായത്. അപ്പൊ അതിലിപ്പോ അമ്മടത്ത് ഞാൻ ഇന്നലെ വരുന്ന എത്ര മണിക്കാ? 1 മണിയോ 12 മണി എത്രട്ടായിരുന്നു വീട്ടിൽ വന്നപ്പോ. അപ്പൊ അമ്മ നല്ല ഉറക്കാ. അപ്പൊ അപ്പഴ അമ്മടത്തോട്ട് തട്ടി എണ്ണിപ്പിച്ചിട്ട് അമ്മ നാളെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ ആൾക്കാർ വരുന്നുണ്ടോ ആറോ. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും കാര്യം പറഞ്ഞപ്പോ ഞങ്ങളോട് വെക്കേ ഇന്നോട് ചോദിക്കണ്ട നിങ്ങൾ എന്തെങ്കിലും ഏൽക്കുമ്പോന്ന്. ഞാൻ ഭയങ്കര തിരക്കാണ്. അപ്പൊ ഇവനെ ഏൽക്കുമ്പോ ഞങ്ങളോട് ചോദിക്കണ്ടേ ഞങ്ങൾക്ക് എന്തായാലും വിസി ഉണ്ടോന്ന്. അതാ ദേഷ്യപ്പെട്ട് രാവിലെ രണ്ടാളും ഉടക്കി അതാണ്. രാവിലെ ഞാൻ എണീറ്റപ്പോ അമ്മടുത്ത് പറയണത് അമ്മ. അപ്പൊ ഏട്ടൻ രാവിലെ ഞാൻ എണീറ്റപ്പോ മെസ്സേജ് ലൊക്കേഷൻ അയക്കാൻ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അപ്പൊ തന്നെ അമ്മടുത്ത് പറഞ്ഞതിന് മറ്റേ അമ്മ മറ്റേ അവര് വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞതിന്. അപ്പൊ ഇവിടെ ചോദിക്കട്ടെ, അത് ബ്യൂട്ടി പാർലറിൽ പോയിട്ടില്ല പോവാണെന്ന് അതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. വെറുതെ ഉണ്ടാക്കിയ അല്ല ഞാൻ വെറുതെ പറഞ്ഞോ, അങ്ങനെ ചെയ്യാറില്ല. അല്ല ഞാൻ പറയാം, എനിക്ക് അമ്മ മറ്റൊന്ന് ത്രെഡ് ചെയ്യണം എനിക്ക് ഇഷ്ടമല്ല. പിന്നെ അമ്മ അവളപ്പം പോയിട്ട് പതുക്കെ ത്രെഡ് ചെയ്യും. എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ ഇതാക്കുന്നത്. ഈ ചുരിദാർ ഇടിപ്പിക്കണപ്പോ പെങ്ങളാണ്. എനിക്ക് അമ്മ സാരി, എനിക്ക് അതാ ഇഷ്ടം. സാരി ചുരിദാറല്ലേ കംഫർട്ടബിൾ അല്ല. പിന്നെ കാലത്തിനൊപ്പം മാറണ്ടേ നമ്മള്. അവരൊക്കെ കാലത്തിനനുസരിച്ച് മാറണ്ടേ. ഞാൻ എപ്പോഴും അതേപോലെ പേന് ഷർട്ടും മുണ്ടും സാരി എടുത്ത് മതി. ഉണ്ടായ പിന്നെ സാരി തന്നെ എത്രയും കാലം എടുത്തിട്ടുള്ളൂ. ഇപ്പൊ 2 വർഷമായിട്ടുള്ളൂ ചുരിദാർ. ഇപ്പോഴാണ്. അല്ല ഞാൻ പറയാം, എനിക്കതായിരുന്നു ഇഷ്ടം എന്നറിയാം. അപ്പൊ രാവിലെ എണീറ്റപ്പോ അമ്മയുടെ അടുത്ത് അതിങ്ങനെ പറഞ്ഞു. പിന്നെ അതിന്റെ ഒരു ചൂടിൽ അങ്ങനെ നിക്കറതോ. പിന്നെ അമ്മയ്ക്ക് ഇങ്ങനെ കുട്ടിയടുത്തേക്ക് പോണം എന്ന് പറയണ്ടേ. ഇത് കഴിഞ്ഞപ്പോ പൊക്കോ. ഞാനത് ആലോചിച്ചതേ, വന്നപ്പോ തന്നെ ഒരാൾ ഇങ്ങോട്ട് നിൽക്കുന്നു. വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ലേ? അങ്ങനെയൊന്നുമില്ല. ഞങ്ങളുടെ പോ വഴക്ക് ഇങ്ങോട്ടേക്ക്. ആര് വന്നാലും നമ്മൾ ആ ദേഷ്യം ഒന്നും കാട്ടില്ല. അത് വീട്ടിലുള്ള ദേഷ്യം വരുന്നവരോട് നമുക്ക് കഴിക്കാൻ പറ്റൂല. അപ്പൊ അങ്ങനെ അമ്മയുടെ അടുത്ത് ചോദിക്കാണ്ടാണ് നമ്മളെ വിളിച്ചത്. അത് ഇന്നലെ ഏട്ടൻ രാത്രി വിളിച്ചു. പിന്നെ ഞാൻ നല്ല രാത്രി വീട്ടിൽ വന്നു പറഞ്ഞില്ല, കുറച്ച് ലേറ്റ് ആയിട്ടാണ്. അപ്പൊ അമ്മ ഉറങ്ങുമ്പോ ഞാൻ പോയി പറഞ്ഞു. ഞാൻ പിന്നെ വിളിച്ചു പറഞ്ഞ പിന്നെ അങ്ങനെ വിട്ടു. അതുണ്ടായത്. പിന്നെ അതവിടെ കഴിഞ്ഞു. അത് പെട്ടെന്നുള്ളൊരു കാര്യമായതുകൊണ്ട് കളഞ്ഞില്ലായിരുന്നു. അതെ. പിന്നെ അമ്മ രാവിലെ അങ്ങനെ തന്നെ അതിൽ വെച്ചിരുന്നു പ്രശ്നമാക്കാൻ വേണ്ടിട്ട്. ഒറ്റയ്ക്ക് നിന്നാ പോരെന്ന് ഞാൻ ചോദിച്ചതാ രാവിലെ. അപ്പൊ ഒരു പോരാ, ഞാൻ നിക്കണം. അതാ പറഞ്ഞത്. അമ്മ കുട്ടിയുടെ കൂടെ പോവാതെ ഇവിടെ നിൽക്കുമ്പോ ഒരു മനസ്സിന്